ഡൽഹിയിൽ CJPയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ച. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ മാർച്ചിന് കേന്ദ്രസേനയും ഡൽഹി പോലീസും ചേർന്ന് അടിച്ചമർത്തുകയാണ്. സമരക്കാർക്കെതിരെ കണ്ണീർവാത പ്രയോഗവും ലാത്തി ചാർജും നടത്തിയ കേന്ദ്രസേനയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ രോഷം പുകയാണ്. രാജ്യത്തുടനീളമുള്ള യുവാക്കൾ സമരത്തെ പിന്തുണച്ചും കേന്ദ്ര സർക്കാരിനെ ചോദ്യം ചെയ്തും സോഷ്യൽ മീഡിയയിൽ രംഗത്തെത്തിയിരിക്കുകയാണ്. സിനിമ, സാംസ്കാരിക രംഗത്ത് പലരും ഇതിനോടകം വിദ്യാർത്ഥികൾക്ക് വേണ്ടി ശബ്ദമുയർത്തിക്കുന്നുണ്ട്. രാജ്യം മുഴുവൻ ഈ സമരം ചർച്ചയാകുമ്പോഴും മലയാളികൾക്കിടയിൽ ഇത് വലിയ ചർച്ചയാകാതെ പോകുകയാണെന്ന് ചിലർ ചൂണ്ടിക്കാട്ടുന്നു. മലയാള സിനിമയിലെ പല താരങ്ങളും സമരത്തിന് നേരെ മുഖം തിരിക്കുകയാണെന്ന് പലരും ആരോപിക്കുന്നുണ്ട്. മോഹൻലാലിന്റെ മകൾ വിസ്മയ, നടൻ ടൊവിനോ തോമസ്, രഞ്ജിനി ഹരിദാസ് എന്നിവർ മാത്രമേ ഇതുവരെ സമരത്തെ പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു സമരം നടക്കുന്നുണ്ടെന്ന് പോലും അറിയാത്ത ചില നടന്മാരെ വിമർശിക്കുകയാണ് മലയാളത്തിലെ സിനിമാ പേജുകൾ എല്ലാം. പൃഥ്വിരാജും ദുൽഖർ സൽമാൻ എന്നിവർക്കാണ് പലരും പ്രധാനമായും വിമർശിക്കുന്നത്. രാജ്യത്തെ യുവാക്കളുടെ ഭാവി അവതാളത്തിലാക്കുന്ന ഇത്രയും വലിയ പ്രശ്നം നടക്കുമ്പോൾ ഇവർ ഇതിനെപ്പറ്റി ഒരു വാക്കുപോലും മിണ്ടുന്നില്ലെന്നാണ് വിമർശനം. സീരിയൽ താരങ്ങളായ സീനിയർ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും ചിലർ ഇതിനിടയിൽ പരിഹസിക്കുന്നുമുണ്ട്. വേൾഡ് കപ്പ് കാണാനും അതിൻ്റെ വീഡിയോ എടുത്തിടാനും മാത്രമേ ചിലർക്ക് സമയമുള്ളൂ എന്ന് മോഹൻലാലിനെ ഉദ്ദേശിച്ച് പറഞ്ഞിടുമ്പോൾ അങ്ങും ഇങ്ങും തൊടാതെ പോസ്റ്റ് ഇടുന്ന പതിവ് പോലെ ഇത്തവണ ഇല്ലേ എന്ന് മമ്മൂട്ടിയെ പരിഹസിക്കുന്നവരുമുണ്ട്. കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാൻ പേടിയാണോ എന്ന് ചിലർ ചോദിക്കുന്നു. ഒരു ജനാധിപത്യ രാജ്യത്തെ സ്വന്തം പൗരന്മാരെ ഇങ്ങനെയാണോ പെരുമാറുന്നത് എന്നാണ് വിസ്മയ തൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ ചോദിച്ചത്. രാജ്യത്തിൻ്റെ ഭാവി തലമുറ സംസാരിക്കുമ്പോൾ അവരുടെ ശബ്ദങ്ങൾ അടിച്ചമർത്താൻ നോക്കിയാൽ അവിടെ അടിച്ചമർത്തപ്പെടുന്നത് രാജ്യത്തിൻ്റെ ഭാവിയാണ്. ജനാധിപത്യത്തിലുള്ള വിശ്വാസമാണ് അവിടെ നഷ്ടപ്പെടുന്നത് എന്നാണ് ടൊവിനോ പങ്കുവച്ച പോസ്റ്റിലുള്ളത്.